ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായൻ്റെ കുരു എടുത്തിട്ട് അത് ഇട്ടുകൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇതിലേക്ക് ചെറിയ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല പോലെ ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരക്കൊന്ന് മെൽറ്റായിട്ട് വരുന്നവരെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവ് വെച്ചിട്ട് ഏകദേശം ഒരു 10-11 അപ്പത്തോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവെടുത്തിട്ട് ചെയ്താലും മതി. കൂടെ തന്നെ 2 കപ്പ് എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഈക്വലായിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട കുത്തി നിൽക്കട്ടെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ്. കൂടെ തന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 നുള്ള് മാത്രം മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആയിട്ട് റെഡിഷ് കളർ വരും കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓട്ടയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇത്രയും തിക്നെസ് മതി. ഒത്തിരി തിക്കാക്കി എടുക്കുകയും വേണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ട് എടുക്കുകയും ചെയ്യേണ്ട. ഇത്രയും മതി. ഇനി നമുക്കിത് ചുട്ടിട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലത്തെ ഓട്ടയപ്പത്തിൻ്റെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഓട്ടടയൊക്കെ ഉണ്ടാക്കിയെടുക്കണ ഒരു ചട്ടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടാക്കിയിട്ട് എടുക്കാം. ചട്ടി നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാവങ്ങ് ഒഴിച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. അടച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് കിട്ടൂല കേട്ടോ. അപ്പോൾ തുറന്ന് വെക്കുമ്പോഴാണ് നല്ല രീതിയിൽ ഹോൾസ് വരുള്ളൂ. നല്ല പോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി 1-2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. പെട്ടെന്ന് തന്നെ ഉള്ളു വെന്തിട്ട് വന്നോളും. ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ട് വരും കേട്ടോ. അടിപൊളിയായിട്ട് ആരോട് കൂടിയിട്ട് കിട്ടിയിട്ടുള്ള നല്ല ഹോൾസ് ഉണ്ട് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഈ ചട്ടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ കുറച്ച് അത്രയ്ക്ക് നന്നായിട്ടില്ലെങ്കിലും ബാക്കിയുള്ളത് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഒന്നും കൂടി നല്ലോണം ആരെടുത്തിട്ടാവും കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതേ രീതിയിൽ അങ്ങ് ചുട്ടെടുക്കാം. പിന്നെ തീ കൂട്ടി വെക്കണ്ട. തുറന്ന് വെക്കുമ്പോഴാണ് നല്ലോണം ആരെടുക്കുക. ഇനി പെട്ടെന്ന് വെന്ത് വരണം എന്നുള്ളവർക്ക് അടച്ചു വെക്കാം. പക്ഷേ അടച്ചു വെച്ചാൽ ഇത്രക്കങ്ങ് ഹോൾസോട് കൂടിയിട്ട് കിട്ടൂല. പിന്നെ ഈ ഒരു ചട്ടിയിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ ഒന്നും തടവാതെ വേണം ചുട്ടെടുക്കാനായിട്ട്. അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഹോൾസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല പോലെ ഹോൾസ് ഉണ്ടാകുള്ളൂ. സാധാരണ നമ്മൾ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടൂല. അപ്പോൾ ഇനി മൊത്തത്തിൽ ഇതേ രീതിയിൽ അങ്ങ് ചുട്ടിട്ടെടുക്കാം.
ഇതാ എല്ലാ മുട്ടയപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരാളെ വെച്ചിട്ട് ഏകദേശം ഒരു 11 അപ്പത്തോളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വേണം ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് പോലും ഉറപ്പായിട്ടും ഇഷ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടയപ്പാണിത്. ഓട്ടയപ്പെന്നോ മുട്ടയപ്പെന്നൊക്കെ പേര് പറയട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല പോലെ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും നെയ്യെങ്കിലും ചേർത്തിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്